നമ്മളുടെ നാട്ടുനടപ്പ്, അതായത് നാട്ടിലൊരു ധാരണ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോഴേ ജിമ്മാണ് എല്ലാവരും ആദ്യമേ ആലോചിക്കുന്നതേ. അപ്പം പ്രോട്ടീൻ നമ്മൾ ജനറലി ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് കൺട്രിയാണ് ഇന്ത്യ. പ്രോട്ടീൻസ് നമുക്ക് വേണം, ഭയങ്കര ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഒക്കെ പ്രോട്ടീനാണ്. അപ്പം പ്രോട്ടീൻ സോഴ്സസ് നമുക്ക് ഡയറ്റിൽ നിന്ന് എടുക്കാം, നാച്ചുറലി ഉണ്ടല്ലോ. പയർവർഗ്ഗങ്ങൾ, ഫിഷ്, മീൻ, മുട്ട, പൗൾട്രി, കോഴി, താറാവ്, അങ്ങനെ അല്ലെ റെഡ് മീറ്റ്സ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനിൻ്റെ ഡെയിലി വേണം. അപ്പം മിനിമം പറയുന്നത് 0.8 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ്. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാളിൽ ഏകദേശം ഒരു 48 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കഴിക്കണം ഇൻ സെപ്പറേറ്റ് മീൽസ് ഓവർ ദ ഡേ. അത് നമുക്ക് നോർമലി മീൽസിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ ദ ബെസ്റ്റ്. ഇപ്പം ഈ പറയുന്ന ആളുടെ ആക്ടിവിറ്റി കൂടിയെന്ന് വെച്ചോ, ഒരു സ്പോർട്ട് പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് ആണെങ്കിൽ അതൊരു 1 to 1.2 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ കൂടും. എന്നുവെച്ചാൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കൂടി, ആക്ടിവിറ്റി കൂടിയതാണ്. ഇനിയിപ്പോൾ ഒരു പറഞ്ഞ പോലെ ജീറിയാട്രിക്, ഒരു എൽഡർലി ഗ്രൂപ്പാണെന്ന് വെച്ചോ, അവർക്ക് ആക്ടിവിറ്റി ഒക്കെ കുറവാണ്. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മസിൽ മാസ്, ഓവറോൾ മസിൽ മാസ് എല്ലാ വർഷവും 1% വെച്ച് കുറയും. അത് നാച്ചുറൽ ഏജിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ആ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്താൽ എപ്പോഴും നല്ലതാണ്. എന്നുവെച്ചാൽ അതൊരു ഡയറക്റ്റ് ഒരു ഹെൽത്ത് പാരാമീറ്ററാണ് മസിൽ മാസ് മെയിൻ്റനൻസ്. അപ്പോൾ ഈ എൽഡർലി ആൾക്കാർക്കൊക്കെ അവരുടെ കഴിപ്പും കുറയുമല്ലോ, പ്രായം ചെല്ലുന്നതോറും നമ്മുടെ വിശപ്പൊക്കെ കുറയും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന മീൽസിലൊന്നും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ് ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ വളരെ ആക്റ്റീവായിട്ട് ആൾക്കാർക്കൊക്കെ എക്സ്ട്രാ പ്രോട്ടീൻ വേണ്ട പറഞ്ഞാൽ അത് സപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സപ്ലിമെൻറ്റേഷൻ ഈസ് ഓക്കെ, അത് തെറ്റല്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ വേണം സപ്ലിമെൻറ്റ് ചെയ്യാൻ. എല്ലാവരും വെറുതെ വീട്ടിൽ ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ രാവിലെ ബസ് കയറി തിരിച്ച് ബസ് വന്ന് വീട്ടിൽ കുത്തിയിരിക്കുക, അങ്ങനെയുള്ള ആൾക്കൊന്നും നമ്മൾ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രൊവൈഡഡ് ദേ ആർ ഈറ്റിംഗ് പ്രോപ്പർലി. ഇപ്പം എനിക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ 2 നേരെ കഴിക്കുന്നുള്ളൂ. ആ 2 മീൽസിൽ എനിക്ക് ഏകദേശം ഒരു 72 ഗ്രാംസ് പ്രോട്ടീൻ വേണം. എനിക്കത് കിട്ടില്ല. അപ്പം ഞാനൊരു സ്കൂപ്പ് ഓഫ് വേ ഐസൊലേറ്റ് എടുക്കും. അത് തന്നെ 40 ഗ്രാമാണ്, അറൗണ്ട് 40 ഗ്രാംസ് വരും അത് ആ പ്രോട്ടീൻ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് 40 കിട്ടിയില്ലേ. പിന്നെ 2 മീൽസിൽ എനിക്ക് ഏകദേശം ഒരു 20 ഒക്കെ ഒപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വേണം സപ്ലിമെൻറ്റ്സ് വേണോ വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കാൻ. അപ്പം ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, ജിമ്മിൽ പോകാത്തവർക്കും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ബാധകമാണ്. ഇനി എന്ത് സപ്ലിമെൻറ്റ്സ് ഉള്ളതാണ്? അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഡയറി ബേസ്ഡ്, മിൽക്ക് ബേസ്ഡ് സപ്ലിമെൻറ്റ്സ് ആണ്. അതിനകത്ത് ഏറ്റവും കോമൺ വേ ആണ്. വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലൊക്കെ നമ്മൾ ഈ ഇതുണ്ടാക്കുമല്ലോ, തൈര് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു കുറച്ച് ക്ലിയർ ലിക്വിഡ് കിടക്കത്തില്ലേ, ആ സാധനമാണ് വേ. അതിൽ നിന്നാണ് ഇവർ ഈ വേ പ്രോട്ടീൻ സ്പ്രേ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പാലിനകത്ത് ഏറ്റവും ഡൈജസ്റ്റബിൾ ഫോമാണ്. അത് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡാണ്. ബാക്കിയുള്ള പ്രോട്ടീൻസിനൊക്കെ കമ്പയർ ചെയ്യുന്ന പ്രോട്ടീനാണ് ഈ സാധനം. അത്രയ്ക്ക് ഗുണമുള്ള പ്രോട്ടീനാണ്. ബിക്കോസ് ഇത് പെട്ടെന്ന് അബ്സോർബായിട്ട് പെട്ടെന്ന് മസിലിലേക്ക് കയറുന്ന പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ. അപ്പോൾ വേ പ്രോട്ടീൻ 3 തരത്തിലുണ്ട്. വേ കോൺസെൻട്രേറ്റ്, അതായത് നേരെ അത് ആ വേ ഭാഗം അവർ പൗഡർ ചെയ്ത് വെക്കുന്നു. 2 വേ ഐസൊലേറ്റ്. അപ്പോൾ വേ ഐസൊലേറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഈ മിൽക്ക് ഷുഗേഴ്സും മിൽക്ക് ഫാറ്റും കുറവാണ്. അത് കുറെ കൂടെ ഹയർ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ്, ഏകദേശം 90% വരും. പിന്നെയുള്ളത് വേ ഹൈഡ്രോലൈസേറ്റ്, അതായത് ഈ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് കുറച്ച് എൻസൈംസ് ഒക്കെ ഇട്ട് ഡൈജസ്റ്റ് ആയിട്ട് പെപ്റ്റൈഡ്സിൻ്റെ ഫോമാക്കും. പെട്ടെന്ന് അബ്സോർബായി പെട്ടെന്ന് മസിൽ കയറുന്നൊരു ഫോമാണത്. അതൊക്കെ യൂസ് ചെയ്യുന്നത് അത്ലീറ്റ്സും പ്രൊഫഷണൽസും മാത്രമാണ്. ഒരു സാധാരണ രീതിയിൽ സപ്ലിമെൻറ്റേഷന് അധികം വണ്ണമില്ലാത്ത പേഷ്യൻസ്, ഡയബറ്റീസ് ഇല്ലാത്തവർക്കൊക്കെ വേ കോൺസെൻട്രേറ്റ് ഓക്കെയാണ്, അത് ചീപ്പറുമാണ്. പക്ഷേ പ്രോപ്പറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ, ജിമ്മിൽ പോകുന്നവർ, റണ്ണേഴ്സ്, കുറച്ച് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വേ ഐസൊലേറ്റ് ആണ് ബെറ്റർ. ബിക്കോസ് അതിനകത്ത് മിൽക്ക് ഷുഗറും കുറവാണ്, മിൽക്ക് ഫാറ്റും കുറവാണ്, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ. ഞാനൊക്കെ എടുക്കുന്നത് വേ ഐസൊലേറ്റ് ആണ്. അപ്പോൾ ഇതാണ് വേ പ്രോട്ടീൻ്റെ 3 സ്റ്റൈല്. അപ്പോൾ ആർക്കൊക്കെ വേണമെന്നുള്ളതും ഇതിനകത്തുണ്ട്. ഇത് സിന്തറ്റിക്കോ കെമിക്കലോ ഒന്നും അല്ല, ഇത് മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പശുമ്പാൽ കുടിക്കുന്നവർക്ക് ഇത് കുടിക്കുന്നതിന് കുഴപ്പമില്ല. ചിലവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്, അതായത് ഈ മിൽക്ക് ഷുഗറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേ ഐസൊലേറ്റ് എടുക്കാം, അല്ലെ വേ ഹൈഡ്രോലൈസേറ്റ് എടുക്കാം. അതിനകത്ത് ഈ മിൽക്ക് കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ് ഒക്കെ കുറവാണ്. പിന്നെയുള്ളത് പാലിൻ്റെ മറ്റ് ഭാഗത്തുള്ള പ്രോട്ടീനാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കേസീൻ എന്ന് പറയും. അപ്പോൾ വേയും ഉണ്ട് കേസീനും ഉണ്ട്, 2 മിൽക്ക് പ്രോട്ടീൻസാണ്. കേസീൻ എന്ന് പറയുന്നത് ഒരു സ്ലോലി ഡൈജസ്റ്റിംഗ് പ്രോട്ടീനാണ്. അപ്പോൾ സാധാരണ ഇപ്പം മാരത്തണൊക്കെ ഓടുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ പതുക്കെ ആ മെയിൻറ്റെയിൻ ചെയ്ത് ഓടണ്ടേ, ആ മസിൽ സ്റ്റാമിന സ്ട്രെങ്ത് ഒക്കെ. അങ്ങനെയുള്ളവർ കഴിക്കുന്നത് കേസീനാണ്. അതായത് നമ്മൾ കേസീൻ കഴിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ വയറ് ഫുള്ളാവും, എന്നിട്ട് പയ്യെ അത് ഡൈജസ്റ്റായി ഓവർ മെനി അവേഴ്സാണ് ഡൈജസ്റ്റ് ആകുന്നത്. അപ്പം അങ്ങനത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നവർക്കാണ് കേസീൻ. ഇപ്പം എല്ലാവർക്കും കേസീൻ വേണ്ട.
ക്വിക്കായിട്ട് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തീർക്കാവുന്ന ഇപ്പം റണ്ണിങ് അത്ലീറ്റ്സ്, പെട്ടെന്നുള്ള ലിഫ്റ്റേഴ്സിനൊക്കെ വേ. അപ്പോൾ ഇത് രണ്ടും എടുക്കാം, പക്ഷേ ഇത് എടുക്കുന്നതിനുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. മൂന്നാമത്തെ സാധനമാണ് ക്രിയാറ്റിൻ. പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ശരിക്കും പറഞ്ഞ ഒരു നല്ല സംഭവമാണ് അത്, പക്ഷേ എല്ലാവർക്കും ഉള്ളതല്ല. അതും ബേസിക്കലി പവർ ലിഫ്റ്റേഴ്സിനുള്ളതാണ്. അതായത് മസിൽ ബൾക്കിങ്ങും മസിൽ ഷേപ്പിങ്ങും മസിൽ സ്ട്രെങ്ത് ആൻഡ് റിക്കവറി പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. ബിക്കോസ് ക്രിയാറ്റിനും ഡയറക്റ്റ് എനർജി തരുന്നൊരു സാധനമാണ്, നമ്മുടെ സെൽസിന് എനർജി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പ്രൊഫഷണലി ഈ പരിപാടി ചെയ്യുന്നവർ മാത്രം ക്രിയാറ്റിൻ എടുത്താൽ മതി. സാധാരണ ജിമ്മിൽ പോകുന്നവരും ബാഡ്മിൻ്റൺ കളിക്കുന്നവരും ടെന്നീസ് കളിക്കുന്നവരും ഫുട്ബോൾ കളിക്കുന്നവരും ക്രിയാറ്റിൻ എടുക്കേണ്ട ഓരോ ആവശ്യമില്ല. ബിക്കോസ് അത് ബൾക്കിങ്ങിനും ഷേപ്പിങ്ങിനും അഗ്രസീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അത്ലീറ്റ്സിന് മാത്രമുള്ള സാധനമാണ്. സോ നോട്ട് ഫോർ എവരിബഡി. പക്ഷേ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് ക്രിയാറ്റിൻ വേറെ ചില ആൾക്കാരിലും യൂസ്ഫുൾ ആണ്. ഒരു നല്ല പഠനം ഉണ്ടായിരുന്നു. സിവിയർ ഡിപ്രഷൻ ഉള്ള കുറച്ച് സ്ത്രീകളെ അവർക്ക് ഓൾറെഡി മരുന്ന് കൊടുക്കുന്നുണ്ട്, ഈ എസിറ്റിലോപ്രാം എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലും ആ ഡിപ്രഷൻ്റെ ലെവൽസ് കൺട്രോൾ ആകുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളിൽ ഇവരെന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ എസിറ്റിലോപ്രാം അതായത് ഡിപ്രഷൻ്റെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തു, വേറൊരു ഗ്രൂപ്പിൽ ഡിപ്രഷൻ്റെ മെഡിസിൻ്റെ കൂടെ ക്രിയാറ്റിനിൻ 5 ഗ്രാം ഡെയിലി ആഡ് ചെയ്തു. 5 ഗ്രാം ക്രിയാറ്റിൻ ആഡ് ചെയ്ത സ്ത്രീകളിൽ ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, അവർ ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്കായി. അപ്പോൾ ഇതൊരു തരം ബ്രെയിൻ ഫുഡുമാണ് ഈ ക്രിയാറ്റിൻ. അപ്പം ക്രിയാറ്റിൻ്റെ വേറെ യൂസസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലൊക്കെ ക്രിയാറ്റിൻ്റെ യൂസ് പതുക്കെ പതുക്കെ വന്നു തുടങ്ങും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും ഇത് പറയുന്നത്. ഇനി ചിലവർക്ക് ഇവർ ഇപ്പോൾ വീഗൻസൊക്കെ ആണെങ്കിലേ, അല്ലെ പാല് കഴിക്കാൻ താല്പര്യമില്ലാത്തവരിലൊക്കെ അവർക്ക് പ്ലാന്റ് പ്രോട്ടീൻ വരും. അതായത് പീ പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, റൈസ് പ്രോട്ടീൻ, അങ്ങനെ റൈസ് എക്സ്ട്രാക്ട് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. അതിനകത്ത് പ്രോട്ടീൻ ക്വാളിറ്റി ആക്ച്വലി പൂറാണ്, ബിക്കോസ് അത് പ്ലാന്റ് ആണ്. അതിനകത്ത് കംപ്ലീറ്റ് അമിനോ ആസിഡ്, അപ്പോൾ ഒരു ഗുഡ് ഹോൾസം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ അമിനോ ആസിഡ്സും എസെൻഷ്യൽ അമിനോ ആസിഡ്സും കാണണം. അപ്പം അങ്ങനെ ഫുൾ അമിനോ ആസിഡ് പ്രൊഫൈൽ ഇല്ലാത്തതാണ് കൂടുതലും പ്ലാന്റ് പ്രോട്ടീൻസിൽ. പക്ഷേ പ്ലാന്റ് പ്രോട്ടീൻസ് കഴിച്ചും നമുക്ക് മുന്നോട്ട് പോവാം, അതുകൊണ്ട് അത് പ്രോപ്പർ പെയറിങ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഈ ഇപ്പം ചില ആൾക്കാർ ചപ്പാത്തിയുടെ കൂടെ രാജ്മ ബീൻസ് ആഡ് ചെയ്യുന്നത്. ചപ്പാത്തിയിൽ ഇല്ലാത്ത കുറച്ച് അമിനോ ആസിഡ്സ് ബീൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻസിൽ പെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ആ പ്രോട്ടീൻ സോഴ്സും കറക്റ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സസിൽ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 2 പഠനങ്ങളുണ്ടായിരുന്നു. സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ്, ഇത് ചെയ്തത് പബ്ലിക് ഫണ്ടഡ് ആണ്. ഒരു കമ്പനിക്കാരും പൈസ തന്നില്ല, ഞങ്ങൾ കുറച്ച് പേര് പൈസ കിട്ടു. പിന്നെ പബ്ലിക്കിനോട് പറഞ്ഞു പ്ലീസ് ഞങ്ങൾക്ക് പൈസ താ, നമുക്ക് നോക്കാം പ്രോട്ടീൻ ക്വാളിറ്റി. ഞങ്ങൾ 2 പഠനം നടത്തി. ആദ്യത്തെ പഠനം സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 1, ഞങ്ങൾ കണ്ടുപിടിച്ചത് പല കമ്പനിക്കാരും ഈ ഇറക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അപ്പം പല വലിയ വലിയ കമ്പനീസിൻ്റെ പ്രോട്ടീൻസ് എല്ലാം നമ്മൾ പലതരത്തിലുള്ള ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തി. അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി അസസ്മെൻ്റ് ആണ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. ഇവർ പറയുന്നു ഒരു സ്കൂപ്പിനകത്ത് നിങ്ങൾക്ക് 25 ഗ്രാം പ്യുവർ പ്രോട്ടീൻ കിട്ടും എന്ന് പറയുമ്പോൾ അതിനകത്ത് 25 ഗ്രാം അല്ലെ ±10% കിട്ടണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ. പക്ഷേ 70% ഞങ്ങൾ ചെക്ക് ചെയ്തതിനകത്തും ഇവർ ഈ പറയുന്നതല്ല അതിനകത്തുണ്ടായിരുന്നത്. ചിലവർ 25 ഗ്രാം എന്ന് പറയുന്നതിനകത്ത് 5 ഗ്രാം പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറുകളും അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ പറയുന്ന പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ പറയുന്ന പോലെ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, മിസ് ലേബലിംഗ് ആണ്, നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾക്ക് മുതലാകുന്നില്ല. അതായത് ഫസ്റ്റ് പ്രോജക്റ്റ്. സെക്കൻഡ് പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെയുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ, അതായത് ഈ ജിം ഗോവേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഈ പ്രോട്ടീൻ പൗഡേഴ്സും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മുടെ മെഡിക്കൽ കമ്പനിക്കാരുണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സും, ഇതിപ്പോൾ എനിക്ക് എടുത്തു പറഞ്ഞു, ഇത് പബ്ലിക്കിലുള്ളതാണ്. ഇപ്പോൾ എൻഷുർ, അതുകൂടാതെ പ്രോട്ടീൻ എക്സ്, പിന്നെ ബ്രിട്ടീഷ് ബയോളജിക്കൽസിൻ്റെ കുറേ ഉണ്ടല്ലോ, എൻ്റെയൊക്കെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. നോർമലി ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറേ പ്രോട്ടീൻ പൗഡേഴ്സ് പ്ലസ് അതും ഈ ഇൻഡസ്ട്രി, അതായത് ഈ വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രോപ്പറായിട്ടുള്ള വൺ ന്യൂട്രീഷൻ, ഹോൾ ട്രൂത്ത്, മാക്സിൻ അങ്ങനത്തെ കമ്പനീസ് ഉണ്ടാക്കുന്ന പ്രോട്ടീനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. മെഡിക്കൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ക്വാളിറ്റി വളരെ പുവർ. അവർ പറയും അതിനകത്ത് ഹാർഡ്ലി 6 ഗ്രാംസ് 8 ഗ്രാംസ് ഒക്കെ പ്രോട്ടീൻ ഒരു സ്കൂപ്പിൽ വരുന്നുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് 25 to 30 ഗ്രാംസ് കിട്ടാൻ നമ്മൾ ഒരു 5, 6 അല്ലെങ്കിൽ 7 സ്കൂപ്പൊക്കെ എടുക്കണം. ഒരു പാക്കറ്റ് അതോടെ തീർന്നു, പുതിയ പാക്കറ്റ് മേടിക്കണം. അപ്പോൾ ഒരു മാസത്തേക്ക് പ്രോട്ടീൻ നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിന് വേണ്ടി ഏകദേശം 15-16 പാക്കറ്റ് മേടിച്ചാലേ നമുക്ക് അത്രയും പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. അതിന് 10,000 രൂപയും. നേരെ തിരിച്ച് ഇപ്പുറത്ത് നോക്കിയേ, വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രോപ്പർ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എടുക്കുവാണെങ്കിൽ ട്രൂ നേറ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ട്രൂ ബേസിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 1 കിലോയാണ് വരുന്നത്. അത് പ്യുവർ വേ ആണ്, അതിനകത്ത് വേറെ അഡിറ്റീവ്സ് ഒന്നുമില്ല. അതിനകത്ത് ഒരു സ്കൂപ്പ് അവർ പറയുന്നത് അപ് ടു 30 ഗ്രാംസ് വരെ ഉണ്ട്, ഈ വലിയ ഐസൊലേറ്റ് ഒക്കെ.
അത് എക്സാക്ട്ലി 30 grams ആണ്. അപ്പം ഒരു ഡബ്ബ ഒരു മാസം നിൽക്കും. അതായത് നമ്മളിവിടെ 3000-4000 രൂപ കൊടുത്താൽ, അല്ല 6000 രൂപ കൊടുത്താൽ ഒരു മാസം നിൽക്കും. അവിടെ നമ്മൾ 10,000-20,000 രൂപ കൊടുക്കുന്നത് ഈ സെയിം ഇതിന് വേണ്ടി. അപ്പോൾ പ്രോട്ടീൻ ക്വാളിറ്റി മാത്രമല്ല, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ വേ യൂസ് ചെയ്യുന്നതിന്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. പല മെഡിക്കൽ കമ്പനി പ്രോട്ടീൻസിലും അവർ ഷുഗർ ആഡ് ചെയ്യും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി. അപ്പം ഈ വേ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നതിനകത്തൊന്നും ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യത്തില്ല. നോൺ ഷുഗർ സ്വീറ്റ്നസ് ആയിരിക്കും, വിച്ച് ഈസ് മച്ച് സേഫർ ഫ്രം മെറ്റബോളിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പോൾ നമ്മൾ സൂക്കർലോസ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് നെഞ്ചിടിക്കുന്നുണ്ടായിരിക്കും. ആസ്പർട്ടൈം, പിന്നെ നമ്മുടെ മോങ്ക് ഫ്രൂട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞ ലോ കാലറി അല്ല 0 കാലറി സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ഡയറ്റ് കോക്കിനകത്തൊക്കെയുള്ള സാധനങ്ങളാണ്. അതൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാലറി കണ്ടൻറ്റ് കൂടുന്നില്ല, പക്ഷേ പ്രോട്ടീൻ കണ്ടൻറ്റ് ഹൈ ആണ്. നേരെ തിരിച്ച് ഇതിനകത്ത് പ്രോട്ടീൻ ഇല്ലാതാനും കാലറി കൂടുതൽ, വേണ്ടാത്ത സാധനം ഒക്കെ ആഡ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് നമുക്ക് മുതലുവാകുന്നില്ല. ഇതായിരുന്നു സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 2. അപ്പം പ്രോട്ടീനെ പറ്റി ഇത്രമാത്രമാണ്. അപ്പം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഗുഡ് കമ്പനി ബ്രാൻഡ് തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോട്ടീൻ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവർക്കും പ്രോട്ടീൻ വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി, ഏജ്, അസോസിയേറ്റഡ് ഡിസീസ് വേറെ ഉള്ളവർ, അതൊക്കെ നോക്കിയിട്ട് വേണം പ്രോട്ടീൻ യൂസ് ചെയ്യാൻ.